350 പ്രോജക്റ്റ് 24,92,00,000 റുപ്യയുടെ പ്രോജക്റ്റാണ്. അതിൽ ഞങ്ങളിതാ ഓൽക്കൊന്നും കഴിയാത്ത 17 കൊല്ലം മുമ്പ് ഡോക്ടർ വിജയകുമാർ തന്ന സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരിക. അതുപോലെ ചെറക്കൽ ചെക്ക് ഡാം എസ്റ്റിമേറ്റായി 6 കോടിയുടെ എസ്റ്റിമേറ്റായി. അവർ 7 ലക്ഷം റുപ്യ മുടക്കി ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ 2 മാസം കൊണ്ട് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്തു. അതേപോലെ തന്നെ KSEBിയുടെ സബ്സ്റ്റേഷന് 5 ആധാരം മലപ്പുറം ചീഫിന് കൊടുത്തിട്ടുണ്ട്, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തരാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ ഞങ്ങൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ആലോചന ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഹാലിളകിയിട്ട് ഒരു കാര്യമില്ല. 5 കൊല്ലം കൊണ്ട് ഈ ഭരണസമിതി ഇവിടെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, ചൂണ്ടിക്കാണിക്കാവുന്ന വികസനങ്ങൾ കൊണ്ടുവരും. മാർക്സിസ്റ്റ് പാർട്ടി അത് പ്രതിപക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. സംസ്ഥാനത്തും തന്നെ സർക്കാർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ പാർട്ടി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പാഴ്വേലയാണ്. അതൊന്നും വിജയിക്കുക. കരുവാരക്കുണ്ടിലെ ജനങ്ങൾ 100% ബോധവാന്മാരാണ്. പ്രബുദ്ധ ജനതയുടെ മുമ്പിൽ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ബഡ്സ് സ്കൂളിന് സ്ഥലം വാങ്ങിയത് നിരുത്തരവാദപരമായിട്ടാണ്. ഭരണസമിതിയുടെ പ്രത്യേക താല്പര്യം, ചില ആളുകളുടെ പ്രത്യേക താല്പര്യം, അവിടെ സർവകക്ഷിയിൽ നിന്ന് പല ആളുകളെയും മാറ്റി നിർത്തി അവരെ അനുകൂലിക്കുന്ന ആളുകളെ കൊണ്ട് ആളുകൾ സ്ഥലം വാങ്ങി എന്തൊക്കെയോ നടന്നു എന്നുള്ളതാണ്. വ്യക്തമായി ഞാൻ ഒന്നും പറയുന്നില്ല, ആളുകൾക്കറിയാം. പക്ഷെ ആ സ്ഥലം ഈ ബഡ്സ് സ്കൂളിനും അനുയോജ്യമല്ല. അവിടേക്ക് ഗതാഗത സൗകര്യം ഉണ്ടാക്കാൻ കഴിയില്ല. കോടികൾ ഇനി മുടക്കണം. അതുമാത്രമല്ല, കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അത് വേണ്ടതാണ്. അരിമണലിലെ ഏകാധ്യാപക സ്കൂളാണ്. അതൊരു വിഷയം തന്നെയാണ്. 10 കൊല്ലം പിണറായി ഭരിച്ചു. 5 കൊല്ലം പൊന്നമ്മ ടീച്ചറും ലത്തീഫിൻ്റെയും ഭരണസമിതി ഉണ്ടായി. അവർക്കത് ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് വന്നു, ഞങ്ങൾ ഇടപെട്ടു, മന്ത്രിയെ കണ്ടു. ആ അരിമണൽ സ്കൂള് ഏക അധ്യാപക സ്കൂളായി ഗവൺമെൻറ് LP സ്കൂളായി അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ PS-നെ ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചിരുന്നു. അതിൽ അരിമണൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ പേരുകളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ധനകാര്യമന്ത്രിയുടെ അടുത്താണ് ആ ഫയലുള്ളത്. സെപ്റ്റംബർ 18 അത് ഏകാധ്യാപക സ്കൂളായി പ്രഖ്യാപിക്കും. കേരസമിതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവരുടെ ഭരണസമിതി പ്രത്യേകം താല്പര്യം എടുത്ത് രൂപീകരിച്ചതാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം രാജുവാണ്. ആ കേരസമിതി 21 വാർഡിൽ കൺവീനർമാരെ വെച്ചത് അധികവും CPM-കാരാണ്. ഈ വളം പഴയ സമിതി പോയി പരിശോധിച്ച് അങ്ങാടിപ്പുറത്തു നിന്ന് എടുത്തു കൊണ്ടുവന്നു കൊടുത്തു. അതിൽ വിവാദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ രാജു അടക്കമുള്ള ജെയിംസ് മാഷ് അടക്കമുള്ള ആളുകളെ പഞ്ചായത്തിൽ ഞങ്ങൾ ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വിളിച്ചു വരുത്തി, വിശദമായ ചർച്ച നടത്തി. അപ്പോൾ രാജു പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, വളം വാങ്ങാൻ ഞാൻ പോയിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തിനാ കുട്ടി എന്നാൽ രാജി വെച്ച് പോയിക്കൂടെ? സെക്രട്ടറി നാളെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഈ ഏർപ്പാട് നിൽക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റുകളേക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടക്കുമ്പോൾ പിന്നെ ഞാൻ പ്രസിഡന്റാണ് ഈ കാര്യമില്ലല്ലോ, ഇജ്ജ് പോയിക്കോ രാജി വെച്ച് പോകാമെന്ന് പറഞ്ഞു അവനോട്. സഭയിൽ തന്നെ പറഞ്ഞാണ്. അപ്പോൾ അത്ര നിരുത്തരവാദപരമായി കഴിവില്ലാത്ത ഒരു സെക്രട്ടറിയാണ് അതിൻ്റെ സെക്രട്ടറി. അതുകൊണ്ട് കുറേ ദുരൂഹത പറയാം, എന്നിട്ട് രാഷ്ട്രീയരോട് വിളിച്ചു പറയാന്നല്ലാതെ അതിലൊരു അഴിമതി നടന്നിട്ടില്ല. ഭരണസമിതിക്ക് അതിലൊരു പങ്കുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങനെ പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം 2 ദിവസം മുമ്പ് LDFൻ്റെ പഞ്ചായത്തിലേക്കൊരു പ്രതിഷേധ മാർച്ച് എന്ന് പറഞ്ഞ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. തികച്ചും യാഥാർത്ഥ്യമല്ലാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളൊക്കെ ഉണ്ടായത്. പഞ്ചായത്തിനെതിരെ എന്ന് പറഞ്ഞ് അവസാനം സംസാരിച്ചതിൽ 90% സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു. അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ല, CPM-ൻ്റെ കുറേ താല്പര്യങ്ങൾ നടക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും സംസാരിക്കും. എനിക്ക് പറയാനുള്ളൊരു കാരണം, നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തിൽ നമ്മളൊരു കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 21 അംഗ മെമ്പർമാരുള്ള സമയത്താണ് ചെയ്യുന്നത്. അതിൽ അവരുടെ ആളുകൾ അന്ന് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൺവീനർമാരും പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളും കൂടിയിട്ടാണ് അതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയത്. പർച്ചേസിങ് നടത്തിയത് ഒക്കെ നമ്മുടെ കൃഷിഭവൻ്റെ കൃഷി ഓഫീസറും കാര്യങ്ങളൊക്കെയാണ്.
അത് നടത്തിയത് അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെന്ററിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഇറക്കിയത്. കൃഷി ഓഫീസറാണ് അത് വിളിച്ച് ഈ കമ്മിറ്റി ചേർന്നിട്ട് കൃഷി ഓഫീസറോട് ആ വളങ്ങളൊക്കെ ജൈവവളങ്ങൾ ഇറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ട പ്രകാരം ആ ജൈവവളങ്ങൾ ഇറക്കി. അതിലുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് കൃഷിഭവനിൽ ഇറക്കിയ കുറേ വളങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയുണ്ട്. അപ്പം നാട്ടുകാർക്ക് മൊത്തം പരാതി ഉണ്ടായപ്പോൾ അത് മാറ്റി ഇനി ഇവിടുന്ന് എവിടുന്നെങ്കിലും വളം ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന കൃഷി ഓഫീസറെ അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻ്ററിൽ നല്ല ജൈവവളം കിട്ടുമെന്നും നമുക്കതൊന്ന് പോയി പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാനടക്കമുള്ള അന്നത്തെ വൈസ് പ്രസിഡന്റ് ലത്തീഫ്, അതേപോലെ രാജു അടക്കമുള്ള അന്ന് എല്ലാവരും പോയി അത് കാണുകയുണ്ടായി. അവിടെ വെച്ച് ഞങ്ങളത് ഓർഡർ കൊടുത്തു. എല്ലാവർക്കും 100% അതിനെക്കുറിച്ച് മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ശേഷമാണ് ഈ പ്രാവശ്യം ആ വളത്തെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ആ വളം അവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായ കാരണം. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാലത്ത് ഉള്ള ഭരണസമിതിയുടെ കാലത്ത് ഇറക്കുമതി ഇറക്കിയതാണ് ആ സാധനങ്ങൾ തന്നെയാണ് ഈ പ്രാവശ്യം. അതിന് മോശമായ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് ഇറക്കിയത്. അതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ ആ കമ്മിറ്റികൾക്കോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് ജാഥ നയിച്ച ആളുകളൊക്കെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതേപോലെ CPM-ൻ്റെ ലീഡറായ രാജു അടക്കമുള്ള ആളുകളൊക്കെ ആ ജാഥയിലുണ്ടായിരുന്നു. അവർ പറയേണ്ടിയിരുന്നത് മോശപ്പെട്ട വളമാണെന്ന്. പക്ഷെ അവരൊന്നും പറയാതെ ആ വളം ഇറക്കി. അതിന് പിന്നുണ്ടായിരുന്നത് ആകെ പറഞ്ഞത് അതിൽ തൂക്കക്കുറവാണ്. സ്വാഭാവികമായിട്ടും വാർഡ് തലത്തിലുള്ള കൺവീനർമാർ അവിടുത്തെ കർഷകരോട് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതിൽ ഞങ്ങളോട് അന്ന് പറഞ്ഞ ഇത് നനവുണ്ടാവും, ഇത് ഇതിൽ ഡൈക്കോഡർമ മിക്സ് ചെയ്യുന്നത് കൊണ്ട് അതിൽ വെള്ളം ആവശ്യമാണ്, അത് ഡ്രൈ ആയിട്ട് ഇടാൻ പാടില്ല, പെട്ടെന്ന് മണ്ണിലേക്ക് ഇടണം, അപ്ലൈ ഇതിൻ്റെ ഗുണമുള്ളൂ എന്നുണ്ട്. വേപ്പും പിണ്ണാക്കും ഡൈക്കോഡർമയും അതേപോലെ ആട്ടുംകാഷ്ടോല ചാണകപ്പൊടി പൊടിച്ച് മിക്സ് ആക്കിയിട്ടാണ് ഇത് തരുന്നത്. അത് ആ നനവോടുകൂടി മണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. നല്ല വെയിലുള്ള സമയത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല, മഴയുള്ള ഇതേ സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് നനവുണ്ടാവും, അതിന് വേറൊന്നും കരുതരുതേ എന്ന് പറഞ്ഞത്. ഏകദേശം അന്ന് അവർ പറഞ്ഞ 1.5 കിലോ 2 കിലോൻ്റെ ഉള്ളിൽ അതിൽ നനവുണ്ടാവും, വെള്ളത്തിൻ്റെ നനവുണ്ടാവും എന്ന് പറഞ്ഞു. ആ സാധനമാണ് ഇറക്കി. അത് ഡ്രൈ ആയ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വെയിറ്റ് കുറയും. അതാണ് അതിൽ സംഭവിച്ചത്. ബാക്കിയുള്ളത് അത് 25 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. അതിൽ 4 ലക്ഷം രൂപയുടെ വളയുള്ളൂ. ബാക്കിയുള്ളത് കുറേ മോട്ടറുകളുണ്ട്. അതേപോലെ ഒരു തെങ്ങ് തടം തുറക്കാൻ വേണ്ടി 35 രൂപ കർഷകന് കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഏതായാലും അതിന് ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്ര കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ബാക്കിയില്ല, അത് MLA-യുടെ ഫണ്ടാണ്, MLA താല്പര്യം എടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കരുവാരക്കുണ്ട് പഞ്ചായത്ത് UDF കമ്മിറ്റി വിളിച്ചു ചേർത്ത പത്രസമ്മേളനമാണ്. അതിലിപ്പോൾ UDF-ൻ്റെ കൺവീനർ വിജയകുമാറും ചെയർമാൻ മുഹമ്മദ് മാഷ് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയതാണ്. അതിൻ്റെ വൈസ് ചെയർമാൻ പാർട്ടി സെക്രട്ടറി മുഹമ്മാലി ആ കാര്യങ്ങൾ പറയും. ഇവിടെ LDF-ൻ്റെ ആഭിമുഖ്യത്തിൽ മിനിഞ്ഞാന്ന് പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസന സമരമാണ് നടന്നത്. ആദ്യം സമരം തീരുമാനിച്ചിരുന്നു, അന്ന് ആളുകളില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി വെച്ചതാണ്. പിന്നെ ഇന്നലെ വീണ്ടും മിനിഞ്ഞാന്ന് വന്നു. ഒരു 43 ആൾ പങ്കെടുത്തൊരു സമരമാണ്. മറുപടി അർഹിക്കാത്ത കാര്യങ്ങളാണ്, എന്നാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതുകൊണ്ട് UDF-ൻ്റെ ഒരു വിശദീകരണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അവിടെ അവർ പറഞ്ഞ കാര്യം, സംസ്ഥാനത്ത് മൊത്തം സമരമുണ്ട്, പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു, അതുമായി ബന്ധപ്പെട്ടാണ് സമരം എന്നാണ് പറഞ്ഞത്. പദ്ധതി വിഹിതം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് കാരണം കഴിഞ്ഞ കാലത്തെ സർക്കാരാണ്. കഴിഞ്ഞ കാലത്തെ സർക്കാരിൻ്റെ പിണറായിയുടെ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് കേരളത്തിൻ്റെ ഖജനാവ് പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവാണ്, കാലിയായ ഖജനാവാണെന്ന് എല്ലാവർക്കും അറിയാം. VD സതീശൻ വന്നപ്പോൾ VD സതീശൻ ധവളപത്രം ഇറക്കിയിട്ടാണ് അധികാരമേറ്റത്.
അപ്പോൾ ഖജനാവിന് കാലിയാണ്. കിഫ്ബിക്ക് നിന്ന് ആയിരക്കണക്കിന് കോടികൾ കടമെടുത്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാശൊക്കെ പിണറായിൻ്റെ മകള് വീണ വിജയനും ഒക്കെ അടിച്ചെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അങ്ങനെ കേരളം വലിയ കടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പദ്ധതി വിഹിതം കുറഞ്ഞിട്ടുണ്ട്, പല മേഖലയിലും കുറഞ്ഞിട്ടുണ്ട്. അവർ ഇലക്ഷൻ തട്ടിപ്പായിട്ട് ഇലക്ഷൻ്റെ 2 മാസം മുമ്പ് ഒരു കുടുംബനാഥ സ്ത്രീ ആയവർക്ക് ഒരു 1000 രൂപയുടെ പെൻഷൻ കൊടുത്ത് ഒരു പെൻഷൻ അനുവദിച്ചിരുന്നു. ആ പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ തുടരുന്നില്ല. ഗവൺമെൻറ് വേറെ ചില പ്രിയദർശിനി ബസ് സർവീസ് ഇങ്ങനെ ജനപ്രിയമായ പല കാര്യങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിച്ച പിന്നെ ആ കൂട്ടത്തിൽ ഈ പഞ്ചായത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പിന്നെ CPM പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ സമരം ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? സമരത്തിൻ്റെ ആളുകളാണല്ലോ. പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ആളുകളെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ ഏർപ്പാട്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അറിയൂല. അപ്പോൾ അവരെ കൊടി പിടിപ്പിച്ച് അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുക എന്നതാണ്. ഉദ്ഘാടക പ്രസംഗൻ ദേശീയ അന്തർദേശീയ കാര്യങ്ങളാണ് 1 മണിക്കൂർ പറഞ്ഞത്. വേറെ കാര്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പഞ്ചായത്തുമായി സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ അതിലവർ പറഞ്ഞത് നന്നായി, ഞങ്ങൾക്കൊരു അവസരമായി എന്നുള്ളതാണ്. ഒന്ന് ബഡ്സ് സ്കൂള്, അതിനെക്കുറിച്ച് പറയാനുണ്ട്. ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ കരുവാരക്കുണ്ടിലെ പൊതുജനങ്ങൾ പൊതുവെ നല്ല കാര്യങ്ങളോട് സഹകരിക്കുന്ന ആളുകൾ, അവിടെ രാഷ്ട്രീയ മത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി സഹകരിക്കുന്ന ജനങ്ങളുള്ളതാണ് കരുവാരക്കുണ്ട്. ഇന്നലെ മുനവറിൽ തങ്ങളടക്കം പറഞ്ഞത് അതാണല്ലോ. കരുവാരക്കുണ്ട് ഒരു വ്യത്യസ്തമായ പ്രദേശമാണ്. ജനങ്ങളെ കണ്ണീരൊപ്പുന്നതിലും ജനങ്ങളെ സഹായിക്കുന്നതിലും ഒറ്റക്കെട്ടായി നീങ്ങുന്ന ആളുകളാണ് കരുവാരക്കുണ്ടുകാരെന്ന് പറഞ്ഞാൽ സത്യമാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരും കൂടിയിട്ടാണ് ബഡ്സ് സ്കൂളിന് ഫെസ്റ്റ് നടത്തിയതും പിന്നെ സംഭാവന പിരിച്ചതൊക്കെ. പക്ഷേ സ്ഥലമെടുത്തത് ഭരണസമിതിയുടെ ഏതാനും ചില ആളുകളുടെ താല്പര്യത്തിൽ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തിയിട്ടാണ്. മാത്രമല്ല അതിൽ ഞങ്ങൾ 1-2 ആൾ സഹോദരന്മാരൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ഒന്ന്, അതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത് ഇപ്പം നിലവിൽ ആ ഭൂമിയുടെ അതിർത്തി കൂടി പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങുന്നത്. ഇപ്പം പറയുന്നത് ആ റോഡല്ല, അതിൻ്റെ സെൻറ്ററിൽ ഒരു റോഡ് വേണം. പിന്നെ സ്ഥലം വിറ്റ ആൾക്ക് ഇപ്പുറത്ത് ഈ റോഡിന് മുഖമായിട്ടൊരു കെട്ടിടം വെക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കുക എന്നവർ കരാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലം 40 അടി താഴ്ചയിലാണ്. അപ്പോൾ അവിടെ ബഡ്സ് സ്കൂളുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവിടേക്ക് വഴി സൗകര്യം ഒരുക്കണേ കോടിക്കണക്കിന് രൂപ വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേരള ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അവിടെ കടുവ പുലി ഒക്കെ വരുന്ന പ്രദേശമാണ്, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണ്. അത് കാരണം അവിടെ പുലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിവാർ എന്ന് പറയുന്ന 40 കുട്ടികളാണ് ഈ ബഡ്സ് സ്കൂളിലുള്ളത്. ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയാണ് പരിവാർ. അവർ ഒന്നടങ്കം ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒപ്പിട്ട് കത്ത് തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ബഡ്സ് സ്കൂളിലേക്ക് ഞങ്ങൾ കുട്ടികളെ അയക്കൂല. മാത്രമല്ല ഞങ്ങൾ ആ സ്ഥലം വാങ്ങുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളടക്കം ഈ പാവപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്കൊരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന നിലയിൽ 1,45,000 രൂപ അവർ പിരിച്ചു കൊടുത്തതാണ്. ആ കാശടക്കം ലാപ്സായി നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതി എന്നാണ് പറയുന്നത്. ആ സ്ഥലം അവിടെ 45 ലക്ഷം രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് ബിൽഡിങ് കെട്ടാൻ. അതിൽ 9 ലക്ഷം രൂപ ചിലവായിട്ടുള്ളൂ. അത് ഞങ്ങൾ ഇക്കൊല്ലം ഫണ്ട് വെച്ചിട്ടില്ല. കാരണം ഒന്ന്, അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് അതിന് പ്രതികൂലമാണ്, അത് തുടരാൻ കഴിയില്ല എന്ന് പറയുന്നു. മാത്രമല്ല 25-26 വർഷത്തെ പിന്നെ ഓഡിറ്റ്, പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് നടത്തിയതിൽ അതിശക്തമായ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് രേഖാമൂലം കിട്ടും. അത് ഞങ്ങളിവിടെ പബ്ലിഷ് ചെയ്യും, നിങ്ങൾക്കൊക്കെ തരും അതിൻ്റെ ഓഡിറ്റർമാർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിന് തുടരാൻ കഴിയില്ല. ഈ രക്ഷിതാക്കളും പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ബദൽ സംവിധാനം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബഡ്സ് സ്കൂളിന്. അപ്പോൾ ബഡ്സ് സ്കൂളിന് സ്ഥലം വാങ്ങിയത് നിരുത്തരവാദപരമായിട്ടാണ്. ഭരണസമിതിയുടെ പ്രത്യേക താല്പര്യം, ചില ആളുകളുടെ പ്രത്യേക താല്പര്യം, അവിടെ സർവകക്ഷിയിൽ നിന്ന് പല ആളുകളെയും മാറ്റി നിർത്തി അവരെ അനുകൂലിക്കുന്ന ആളുകളെ കൊണ്ട് ആളുകൾ സ്ഥലം വാങ്ങി എന്തൊക്കെയോ നടന്നു എന്നുള്ളതാണ്. വ്യക്തമായി ഞാൻ ഒന്നും പറയുന്നില്ല, ആളുകൾക്കറിയാം. പക്ഷെ ആ സ്ഥലം ഈ ബഡ്സ് സ്കൂളിനും
അനുയോജ്യമല്ല, അവിടേക്ക് ഗതാഗത സൗകര്യം ഉണ്ടാക്കാൻ കഴിയില്ല, കോടികൾ ഇനി മുടക്കണം, അതുമാത്രമല്ല കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അത് വേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫണ്ട് വെക്കാത്തത്, ഫണ്ട് വെച്ചില്ല എന്നുള്ളതാണ് ഒരാരോപണം. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. പിന്നെ വലിയ സംഗതി കൊട്ടി ഘോഷിച്ച് പറഞ്ഞത് അരിമണലിലെ ഏകാധ്യാപക സ്കൂളാണ്. അതൊരു വിഷയം തന്നെയാണ്. 10 കൊല്ലം പിണറായി ഭരിച്ചു, 5 കൊല്ലം പൊന്നമ്മ ടീച്ചറും ലത്തീഫിൻ്റെയും ഭരണസമിതി ഉണ്ടായി. അവർക്കത് ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് വന്നു, ഞങ്ങൾ ഇടപെട്ടു, മന്ത്രിയെ കണ്ടു. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 12 സ്കൂളിൽ 7 എണ്ണം പൂട്ടി, 5 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്നാണ് അരിമണൽ. ആ അരിമണൽ സ്കൂള് ഏക അധ്യാപക സ്കൂളായി ഗവൺമെൻറ് LP സ്കൂളായി അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ PS-നെ ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചിരുന്നു. അതിൽ അരിമണൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ പേരുകളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ധനകാര്യമന്ത്രിയുടെ അടുത്താണ് ആ ഫയലുള്ളത്. സെപ്റ്റംബർ 18 അത് ഏകാധ്യാപക സ്കൂളായി പ്രഖ്യാപിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം ഇനി അഥവാ ഗവൺമെൻറ് പ്രഖ്യാപിക്കണില്ലെങ്കിൽ പഞ്ചായത്തിന് വിട്ടു തന്നാൽ, അന്ന് ഞാൻ പ്രസംഗിച്ചത് അതാണ്, പഞ്ചായത്തിന് വിട്ടു തന്നാൽ 7 LP സ്കൂളിൻ്റെ 8ാമത്തെ LP സ്കൂളായിട്ട് പഞ്ചായത്ത് അത് നടത്തും എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഗവൺമെൻറ് പ്രഖ്യാപിക്കും എന്നിപ്പോൾ ഇന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നസീറിൽ നിന്ന് ആ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമതോലും ഉന്നയിച്ചൊരു ആരോപണം, അങ്ങ് കേരള ചാനലിലും പറഞ്ഞു പട്ടിനെ പിടിക്കണ പട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം. 10 ദിവസം കൊണ്ടൊന്നും നമ്മൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഈ ഭരണസമിതി വന്നാൽ അതിന് സംവിധാനം ഉണ്ടാക്കും. മദ്രസക്ക് പോണ കുട്ടികൾക്കും ടാപ്പിങ്ങിന് പോണ തൊഴിലാളിക്കും പട്ടിശല്യമുണ്ട്, അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞ ഭരണസമിതിക്കോ ഗവൺമെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ബ്ലോക്ക് പഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങാൻ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു പെർമനൻ്റ് ABC സെൻറ്റർ, ആനിമൽ ബർത്ത് കൺട്രോൾ സെൻറ്റർ ആരംഭിക്കും. ഈ മാർച്ച് മാസത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അതോടനുബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തുകളിൽ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പോർട്ടബിൾ ABC തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 25 സെൻറ്റ് സ്ഥലം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം റുപ്യ മാറ്റി വെക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലത്തേക്ക്. പോർട്ടബിൾ സെൻറ്റർ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പോർട്ടബിൾ ABC ഇവിടെ വരും. ഈ കൊല്ലം തന്നെ അത് ഞങ്ങൾ നടപ്പാക്കും. പിന്നെ കേരസമിതിയെക്കുറിച്ച് വിജയം പറഞ്ഞു. കേരസമിതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവരുടെ ഭരണസമിതി പ്രത്യേകം താല്പര്യം എടുത്ത് രൂപീകരിച്ചതാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം രാജുവാണ്. ആ കേരസമിതി 21 വാർഡിൽ കൺവീനർമാരെ വെച്ചത് അധികവും CPM-കാരാണ്. ആ കേരസമിതിക്ക് കരുവാരക്കുണ്ട് എന്നുള്ള പ്രാധാന്യം വെച്ച് കൃഷി മേഖല എന്നുള്ളതുകൊണ്ട് AP അനിൽകുമാർ MLA 25 ലക്ഷം റുപ്യ തെങ്ങ് കർഷകർക്ക് അതിന് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അത് 456 കർഷകർക്കാണ് കൊടുക്കുന്നത്. ആ 456 കർഷകർക്ക് തെങ്ങിന് തടം തുറക്കാനും തെങ്ങിൻ്റെ മണ്ടരി നോക്കാനും തെങ്ങിൻ്റെ അതുപോലെ വളം കൊടുക്കാനും അതിനൊക്കെ ഉള്ള ഫണ്ടാണ്. 4 ലക്ഷം റുപ്യുള്ള വളത്തിന്. ഈ വളം പഴയ സമിതി പോയി പരിശോധിച്ച് അങ്ങാടിപ്പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. അതിൽ വിവാദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ രാജു അടക്കമുള്ള ജെയിംസ് മാഷ് അടക്കമുള്ള ആളുകളെ പഞ്ചായത്തിൽ ഞങ്ങൾ ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വിളിച്ചു വരുത്തി, വിശദമായ ചർച്ച നടത്തി. അപ്പോൾ രാജു പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, വളം വാങ്ങാൻ ഞാൻ പോയിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തിനാ കുട്ടി എന്നാൽ രാജി വെച്ച് പോയിക്കൂടെ, സെക്രട്ടറി നാളെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഈ ഏർപ്പാട് നിൽക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റുകളേക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടക്കുമ്പോൾ പിന്നെ ഞാൻ പ്രസിഡന്റാണ് ഈ കാര്യമില്ലല്ലോ, ഇജ്ജ് പോയിക്കോ രാജി വെച്ച് പോകാമെന്ന് പറഞ്ഞു അവനോട്. സഭയിൽ തന്നെ പറഞ്ഞാണ്. അപ്പോൾ അത്ര നിരുത്തരവാദപരമായി കഴിവില്ലാത്ത ഒരു സെക്രട്ടറിയാണ് അതിൻ്റെ സെക്രട്ടറി. അതുകൊണ്ട് കുറേ ദുരൂഹത പറയാം, എന്നിട്ട് രാഷ്ട്രീയരോട് വിളിച്ചു പറയാന്നല്ലാതെ അതിലൊരു അഴിമതി നടന്നിട്ടില്ല. ഭരണസമിതിക്ക് അതിലൊരു പങ്കുമില്ല. അത് കാണാൻ ലത്തീഫ് പോയി പറഞ്ഞു, ഞങ്ങളതിനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളവിടെ ഭരണസമിതി അത് പറഞ്ഞിട്ടുമില്ല ഏൽപ്പിച്ചിട്ടുമില്ല, അത് അവരാണ് കൈകാര്യം ചെയ്തത്, അതിലൊരു അഴിമതി ഒന്നുമില്ല, ഞങ്ങളത് പരിശോധിച്ചു. ഒരു രൂപ മാത്രമല്ല, ഒരു രൂപ ചിലവാക്കിയിട്ടില്ല. MLA-ൻ്റെ ഫണ്ട് കിട്ടിയിട്ടില്ല, കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ തൽക്കാലം അഡ്വാൻസ് ആയിട്ട് കടം വാങ്ങി വളം ഇടേണ്ട സമയമായപ്പോൾ ഈ മഴക്കാലത്ത് വളരാൻ വേണ്ടി കർഷകരെ സഹായിക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ പ്രോജക്റ്റിനെ കുറിച്ച് 350 പ്രോജക്റ്റ് 24 കോടി 92 ലക്ഷം റുപ്യയുടെ പ്രോജക്റ്റാണ്.
അതിൽ ഞങ്ങളിതാ ഓൽക്കൊന്നും കഴിയാത്ത 17 കൊല്ലം മുമ്പ് ഡോക്ടർ വിജയകുമാർ തന്ന സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരിക. അതുപോലെ ചെറക്കൽ ചെക്ക് ഡാം എസ്റ്റിമേറ്റായി 6 കോടിയുടെ എസ്റ്റിമേറ്റായി. അവർ 7 ലക്ഷം റുപ്യ മുടക്കി ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ 2 മാസം കൊണ്ട് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്തു. അതേപോലെ തന്നെ KSEBിയുടെ സബ്സ്റ്റേഷന് 5 ആധാരം മലപ്പുറം ചീഫിന് കൊടുത്തിട്ടുണ്ട്, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തരാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ ഞങ്ങൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ആലോചന ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഹാലിളകിയിട്ട് ഒരു കാര്യമില്ല. 5 കൊല്ലം കൊണ്ട് ഈ ഭരണസമിതി ഇവിടെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, ചൂണ്ടിക്കാണിക്കാവുന്ന വികസനങ്ങൾ കൊണ്ടുവരും. മാർക്സിസ്റ്റ് പാർട്ടി അത് പ്രതിപക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. സംസ്ഥാനത്തും തന്നെ സർക്കാർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ പാർട്ടി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പാഴ്വേലയാണ്. അതൊന്നും വിജയിക്കില്ല. കരുവാരക്കുണ്ടിലെ ജനങ്ങൾ 100% ബോധവാന്മാരാണ്. പ്രബുദ്ധ ജനതയുടെ മുമ്പിൽ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് പറയാൻ. ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാണ്ടായ കാരണങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. UDFിൻ്റെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർത്തും രാഷ്ട്രീയ പ്രേരിതാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രഹസനം എന്ന നിലക്ക് കാണാവുന്ന ആ ജാഥ, ആ പ്രകടനം. നമുക്കറിയാം, 5 കൊല്ലക്കാലം ഈ നാട് ഭരിച്ചിട്ട് ജനോപകാരപ്രദമായ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാതെ ഇളിഭ്യരായി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ, നാട്ടിലത്തെ ജനങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറക്കി വിട്ടവരാണ് അവർ. ആ ജാള്യത ഇന്നും CPMൻ്റെ മുമ്പിലുണ്ട്. ആ ജാള്യത മറച്ചു കാട്ടാൻ വേണ്ടി അവർ നടത്തിയ ഒരു പ്രഹസനം മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്തിലേക്ക് നടന്ന മാർച്ച്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ, അവർ ആരോപിച്ച കാര്യങ്ങൾ വിശദമായി ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതേപോലെ ഇപ്പോഴത്തെ UDFിൻ്റെ കൺവീനറും വിശദമായി പറഞ്ഞു. ആ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. വെറുതെ ഒരു അധര വ്യായാമം എന്നതിലപ്പുറം ഈ വിഷയത്തെ കാണില്ല. ജനങ്ങൾ പ്രബുദ്ധരാണ്. നമുക്കറിയാലോ, കരുവാരക്കുണ്ടിലെ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും കഴിഞ്ഞ ഒരു 10 വർഷം 5 വർഷം ഭരിച്ചപ്പോൾ ലാസ്റ്റ് വർഷം ഒരു ഉറുപ്പ്യ പോലും റോഡ് വികസനത്തിന്, അതിൻ്റെ നവീകരണത്തിന് വേണ്ടി വക മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ദുരിതമാണിപ്പോൾ കരുവാരക്കുണ്ട് അനുഭവം. നമുക്ക് ആ അവസാന ഗഡു കഴിഞ്ഞ ഗവൺമെൻറ് നമുക്ക് അവസാന ഗഡു പഞ്ചായത്തിന് തന്നില്ല. നമുക്കതിൻ്റെ വികസനം നടത്താൻ കഴിയില്ല. ഇന്ന് കരുവാരക്കുണ്ടിലെ ജനം പ്രയാസപ്പെടുകയാണ്. എല്ലാ റോഡുകളും പ്രയാസത്തിലാണ്. അതൊക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഫണ്ടുകൾ UDFിൻ്റെ നേതൃത്വത്തിൽ MLAയുടെയും മന്ത്രിയുടെയും ഒക്കെ സഹായത്തോടു കൂടിയുള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി അതൊക്കെ വളരെ സുന്ദരമായി നടക്കും. പഞ്ചായത്തും അതേപോലത്തെ എല്ലാ പോക്കറ്റ് റോഡുകളും അതേപോലെ തന്നെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കീറിയ ഭാഗങ്ങളൊക്കെ നവീകരിച്ചുകൊണ്ട് ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾ കരുവാരക്കുണ്ടിൽ പരിഹരിക്കും. ആ രീതിയിൽ നല്ല നല്ല കാഴ്ചപ്പാടോട് കൂടിയുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി ഒരുപാട് പ്രൊജക്റ്റുകൾ, നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെയുള്ള പ്രൊജക്റ്റുകൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിനെ നമ്മുടെ സ്വപ്നതുല്യമായ ഒരു പഞ്ചായത്താക്കി മാറ്റി പല മേഖലകളിൽ, വികസന മേഖലയിൽ, ടൂറിസം മേഖലകളിൽ, എല്ലാ മേഖലകളിലും വേണ്ടപ്പെട്ട അതിലൊരു കയ്യൊപ്പ് വെച്ചുകൊണ്ടായിരിക്കും ഈ 5 വർഷക്കാലം ഒരു ഭരണത്തിൽ ഉണ്ടാകുക. അതോടൊപ്പം വരാൻ പോകുന്ന വർഷങ്ങളിലും UDFിൻ്റെ തുടർ ഭരണം കരുവാരക്കുണ്ടാകുന്ന രീതിയിലുള്ള നല്ല ഭരണത്തിനാണ് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടും അറിഞ്ഞും തന്നെയാണ് സ്വന്തം അണികളെ എന്തെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കോപ്രായത്വം മാത്രമാണ് ഈ സമരം എന്നാണ് UDF വിലയിരുത്തുന്നത്.